കുട്ടാ മാറ് മാറ്, ബ്രേക്കില്ല. കുട്ടാ വണ്ടി ഇടിക്കും, മാറ്. കുട്ടാ കുട്ടാ മാറ് കുട്ടാ മാറ്. കുട്ടാ എന്താ? മാറ്. ഈശ്വര, ആക്സിഡന്റിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആരോടാ മാറാൻ പറയുന്നത്? ഇനി ആക്സിഡന്റിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കാണൂ? കുട്ടാ വണ്ടി ഇടിക്കും, മാറ് മാറ്. കുട്ട കുട്ട ഒന്നുമില്ല, ഒന്നുമില്ല, നോക്കിയേ. മാറ് കുട്ടാ മാറ്. കുട്ടാ ഒന്നുമില്ല, ഒന്നുമില്ല, വണ്ടി ഇടിക്കും, ഒന്നുമില്ല കേട്ടോ. അതെ, അവിടെ ദേവിക പൊന്നാരന്തോട്ടത്തിൽ എന്ന അഡ്രസ്സിൽ എന്തെങ്കിലും കൊറിയർ വന്നിട്ടുണ്ടോ? ആ, ഇന്ന് ഇല്ലേ? വന്നിട്ടില്ല? ശരി. എത്ര കൊറിയർ സർവീസിലേക്ക് വിളിച്ചു, ഒരിടത്തും അവളുടെ പേരിൽ ഒരു കൊറിയറും വന്നില്ലെന്ന് വെച്ചാൽ ആ കൊറിയർ മാത്രം എവിടെ പോയി? സ്വാമി അച്ഛനയച്ച മരുന്നുകൾ എങ്ങോട്ട് പോയി? മേഘമലയെന്ന് കൊറിയർ ചെയ്താൽ ഇന്നതിവിടെ എത്തേണ്ടതാണ്. ഈ അഡ്രസ്സിലല്ലേ സ്വാമി അച്ഛൻ കൊറിയർ അയക്കുകയുള്ളൂ. എന്നിട്ടും അതെവിടെ പോയി? ശേ, ഇനി ഞാനത് എവിടെ പോയി തിരക്കും? ഹരിയേട്ടാ, എന്തു പറ്റി? ആകെ ദേഷ്യം പിടിച്ച മട്ടാണല്ലോ. എന്താ പ്രശ്നം? അതറിഞ്ഞിട്ട് നിനക്ക് എന്ത് വേണം? അത് കൊള്ളാം. എന്നോട് എന്തിനാ ചൂടാവുന്നേ? അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എനിക്കകം ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന് ഞാനാണോ കാരണം? എന്നോട് ഇങ്ങനെ തർക്കോത്തരം പറയാൻ നിൽക്കരുത് കേട്ടോ. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ കാര്യങ്ങൾ. അതെ, കൂടുതൽ ഉപമയും ഉൾപ്രേക്ഷയും ഒന്നും വേണ്ട കേട്ടോ. അയ്യോ, ഇത് ഉപമയും ഉൾപ്രേക്ഷയൊന്നും അല്ല, ഇത് പഴഞ്ചൊല്ല. എന്ത് ചൊല്ലാലും ശരി, നിന്നെ ഏൽപ്പിച്ച പണി മാത്രം നീ ചെയ്താൽ മതി. വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഞാൻ ശല്യപ്പെടുത്താനൊന്നും അല്ല വന്നത്. ദേ, നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പെരുമാറിയാ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാ? കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അത് ഞാനും കൂടെ അറിഞ്ഞാലല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. സ്വാമിച്ചൻ മരുന്ന് ദേവികയുടെ പേരിൽ കൊറിയർ ചെയ്യുമെന്നല്ലേ പറഞ്ഞേ? അതെ, അങ്ങനെയാ പറഞ്ഞത്. ആ കൊറിയർ ദേവികയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ ഈ സിറ്റിയിലെ സകല കൊറിയർ സർവീസുകളെയും വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. ഇനി അന്വേഷിക്കാൻ ഒരു കൊറിയർ സർവീസും ബാക്കിയില്ല. എവിടെ അവളുടെ പേരിൽ അങ്ങനെ ഒരു കൊറിയർ വന്നിട്ടില്ല. ഒരിടത്തും ആ കൊറിയർ വന്നിട്ടില്ലെങ്കിൽ സ്വാമി അച്ഛൻ ആ മരുന്നുകൾ അയക്കുന്നത് കൊറിയർ സർവീസിലൊന്നും ആയിരിക്കില്ല. പിന്നെ പിന്നെ എങ്ങനെയായിരിക്കും അയാൾ ആ മരുന്നുകൾ ഇങ്ങോട്ട് അയക്കുന്നത്? അതിപ്പോ ദേവിക്ക് മാത്രമല്ലേ അറിയാനാകൂ. അവളോട് ഇതേപ്പറ്റി ചോദിക്കാനും പറ്റില്ലല്ലോ. മരുന്ന് ഏത് മാർഗത്തിലൂടെ വരുന്നെന്ന് അറിയാതെ അതിനെ തടയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. ആ മരുന്ന് ദേവിക സിദ്ധുവിന് കൊടുക്കാൻ പാടില്ല.
മാറ് മാറ് ബ്രേക്കില്ല കുട്ടാ വണ്ടി ഇടിക്കും മാറ് എന്റെ സഹായം വല്ലതും വേണോ? ഒന്നും വേണ്ട, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഇതെനിക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. മാഡത്തിന് എന്താ വേണ്ടേ? ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാ. ഞാൻ എടുത്തുതരാം മാഡം. വേണ്ട, ഞാൻ എടുത്തോളാം. മാഡം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വെള്ളം ഞാൻ അവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് വയ്യാഴികയൊന്നും എനിക്കില്ല. എന്താ ഇത്, സാമ്പാറാണ്? അതെ. എങ്ങനെയുണ്ട് മാഡം? അസലായിട്ടുണ്ട്. താങ്ക് യു മാഡം. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാരന്റ്സ് മീറ്റിംഗിന് അവതരിപ്പിക്കാനുള്ള ചില വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ശരി മാഡം. മാഡം, കുട്ടന് അപകടം സംഭവിക്കുമ്പോ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ മാഡം? കുട്ടൻ ഓടിച്ചിരുന്ന കാറ് മറ്റാരെങ്കിലും ഇടിച്ചിരുന്നോ? ഏയ് ഇല്ല, ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തുപറ്റി? ദേവിക എന്താ ഇപ്പൊ ഇതേപ്പറ്റി ചോദിച്ചേ? അല്ല, ഇന്നലെ ഉറക്കത്തില് കുട്ടൻ ഏതോ അപകടത്തെക്കുറിച്ച് അവ്യക്തമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ആക്സിഡന്റിൽ വേറെ ആരോ ഉൾപ്പെട്ട പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാ. വേറെ ആരാ? അവൻ ഏത് ആക്സിഡന്റിനെ കുറിച്ചാ പറഞ്ഞേ? അത് കുട്ടൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞല്ലേ മാഡം. മാഡം അത് വിട്ടേക്ക്, കാര്യാക്കണ്ട. അബി, വേഗം വാടാ. ഋഷി, ലഞ്ച്. എനിക്കൊന്നും വേണ്ട. എന്നോടുള്ള ദേഷ്യം എന്തിനാ ആഹാരത്തോട് കാണിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി ഋഷി പറഞ്ഞതിന്റെ പേരില് അഞ്ജിതയോട് ഞാൻ മാപ്പ് ചോദിച്ചില്ലേ? പിന്നെ എന്തിനാ എന്നോട് ഈ പിണക്കം? എന്നോട് താൻ മിണ്ടണ്ട. എനിക്ക് വേണ്ടി താൻ ഒന്നും വെച്ചുണ്ടാക്കി തരേം വേണ്ട. ഋഷി, ചേച്ചി, ഞാനിത് പറയുന്നോണ്ട് ഋഷിക്ക് വിഷമമൊന്നും തോന്നരുത്. ഒരു ചേച്ചി അനിയനോട് പറയുന്നതായിട്ട് മാത്രമേ കണക്കാക്കാവൂ. എന്തിനാ നിങ്ങൾക്കിടയിൽ എന്നും ഒരു പിണക്കം? ഗോപിക അഞ്ജിതയോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ആ പ്രശ്നം അവിടെ കഴിഞ്ഞില്ലേ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇണക്കവും പിണക്കവും ഒക്കെ സഹജമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായാല് അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. അധികം നീട്ടിക്കൊണ്ടു പോരുത്. ആ പിണക്കത്തിനെ അടുത്ത തലത്തിലെത്തിക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇവിടെ കഴിഞ്ഞു. അതുകൊണ്ട് ഗോപിക കൊണ്ടുവന്ന ആഹാരം ഋഷി സന്തോഷത്തോടെ വാങ്ങണം. മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ ഈ ലഞ്ച് ബോക്സ് അങ്ങ് വാങ്ങിക്കേ. വാങ്ങിക്ക ഋഷി. ചേച്ചി പറഞ്ഞോണ്ട് ഞാനിത് വാങ്ങുക. ഓഹോ, നോക്കി നിൽക്കാതെ ലഞ്ച് ബോക്സ് കൊടുക്ക ഋഷിക്ക്.
പിന്നെ ചേച്ചി ചേച്ചി പറഞ്ഞതുകൊണ്ടാ ഇദ്ദേഹം ലഞ്ച് ബോക്സ് വാങ്ങിയത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ഇദ്ദേഹത്തോട് ചേച്ചി പറയണം, ആഹാരം മുഴുവൻ കഴിച്ചോണോന്ന്. ഇല്ലെങ്കിലേ ചിലപ്പോ എന്നോടുള്ള ദേഷ്യത്തില് ആൾ ഇതിനകത്ത് ആഹാരം എടുത്ത് വല്ല കുപ്പത്തൊട്ടിയിലും കളയും. ആ കേട്ടല്ലോ, ആഹാരം മുഴുവൻ കഴിച്ചേക്കണം, വെറുതെ എവിടെയെങ്കിലും വലിച്ചെറിയരുത് കേട്ടോ. ഇല്ലേച്ചി. അതെ, ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഇങ്ങ് നേരിട്ടായാ മതി. എനിക്കിനി ഇവളുടെ വക്താവാൻ പറ്റില്ല. ഏട്ടാ പോവാം. ആ പോവാം. വാ. പോയിട്ട് വരാം. പോയിട്ട് വരാം. അഭിയേട്ടാ ലഞ്ച്. ഏട്ടാ ഏട്ടാ വേഗം വണ്ടി എടുത്തേ. എന്താ നിനക്ക് ലഞ്ച് വേണ്ടേ? ഒന്നും വേണ്ട, ഏട്ടൻ വേഗം വണ്ടി എടുക്ക്. ഈ ലഞ്ച് ബോക്സ് ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ശരിയാവില്ല. അതെന്താടാ? അഭിയേട്ടാ ലഞ്ച് വാങ്ങിക്കേ. അതൊക്കെ പറയാം, വണ്ടി എടുക്ക്. അഭിയേട്ടാ അഭിയേട്ടാ മിണ്ടാതിരിക്കെ. പിടിച്ചോ? അയ്യോ പിടിച്ചില്ല. പിടിച്ച അയ്യേ മാലാകെ പിടിച്ചില്ലേ? കുയ് കുയ് കുയ്. അമ്മേ അതെന്താ നിർത്തിക്കളഞ്ഞേ? കളിച്ചോ? അമ്മേ അമ്മ ഇന്ന് സ്കൂളിൽ പോവാണോ? അതെ. അമ്മേ ഇന്ന് കുട്ടനെ സ്കൂളിലേക്ക് വിളിക്കല്ലേ, കൂട്ടൻ വരില്ല. കുട്ടനും മാലാകയും ഇവിടെ നിന്ന് കളിച്ചോളാം. ആയിക്കോട്ടെ, ഞാൻ ഇന്നെന്നല്ല ഇനി ഒരിക്കലും കുട്ടനെ സ്കൂളിലേക്ക് വിളിക്കില്ല. കുട്ടന് മാലാഖയുള്ളപ്പോ ഞാനെന്തിനാ കുട്ടനെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നേ? അപ്പൊ എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. മാലാകെ ഇനി എനിക്ക് ഇനി സ്കൂളിൽ പോകണ്ടേ? ഇനി ശരി, പോണ്ട കൂട്ടാ. ഞാനിപ്പോ ശരിക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലാ ദേവിക. സിദ്ധുവിന്റെ കാര്യത്തില് ഞാൻ എന്തുമാത്രം ടെൻഷനിലായിരുന്നു എന്ന് ദേവികയ്ക്കറിയോ? ഞാൻ മാത്രല്ല, മഹിയേട്ടനും പിന്നിവിടെ എല്ലാരും. പക്ഷെ ഇപ്പോ എന്റെ ആ ടെൻഷൻ മുഴുവൻ മാറിക്കിട്ടി. ഇനി ഞാൻ സിദ്ധുവിന്റെ കാര്യത്തിൽ എന്തിനാ പേടിക്കുന്നേ? ദേവിക മോന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്താ പേടിക്കണ്ടേ? ഞാനിവനെ സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത് തന്നെ ഇവനെക്കുറിച്ചുള്ള ആദ്യമുള്ളത് കൊണ്ടായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മാഡം സമാധാനായിട്ട് സ്കൂളിലേക്ക് പോയിക്കോളൂ. സദാ നേരവും കുട്ടനൊപ്പം ഞാനുണ്ടാവും. ഒരിക്കലും എന്റെ കണ്ണു തെറ്റി ഒരു കുഴപ്പവും കുട്ടന് സംഭവിക്കില്ല. ദേവിക അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്കത് നന്നായിട്ടറിയാം. മോളെ ദേവിക, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ മഹാഭാഗ്യ. അയ്യോ ഞാൻ എടുത്തിട്ട് വേണ്ട, ഞാൻ എടുത്തോളാം. കുട്ടാ, മാഡം, സിദ്ധു, കുട്ടാ, എന്താ കുട്ടാ? കുട്ടാ, സിദ്ധു എഴുന്നേൽക്ക്. സിദ്ധു, സിദ്ധു എന്താ പറ്റിയേ? സിദ്ധു കുട്ടാ, അയ്യോ എഴുന്നേൽക്ക്. ഞാൻ കൊടുത്ത ചോക്ലേറ്റിൽ മയക്കുമരുന്നുണ്ടായിരുന്നു, അതാ അവൻ ബോധം കെട്ട് വീണത്.
മയക്കം വരുന്നോ? അതിന് നീ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞുതരാം ഹരിയേട്ടാ. മോനെ, എന്താ അമ്മേ? മോന് ചോക്ലേറ്റ് വേണോ? ആ വേണം. അതിന് ഇളയമ്മയുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ? ആ ദേ, ഇത് ഇളയമ്മ മോന് വേണ്ടി വാങ്ങിച്ച ചോക്ലേറ്റാ. മോൻ കഴിച്ചോ? സൂക്ഷിച്ചു പൊട്ടിക്കണേ. നല്ല സ്വാദുള്ള മുട്ടായിയാ. മോൻ കഴിച്ചോ? നല്ല ചോക്ലേറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ നിനക്ക് സ്നേഹം കൊണ്ട് തന്ന ചോക്ലേറ്റ് ഒന്നും അല്ല. ഇത് നിന്റെ മാലാഖയ്ക്കുള്ള പണിയാടാ കുട്ടാ. കഴിച്ചോ? മോൻ കഴിച്ചോ? ഈ അവസരം നമുക്ക് മുതലെടുക്കണം. ദേവികയുടെ കളി ഇന്നത്തോടെ നമുക്ക് അവസാനിപ്പിക്കണം. ഹരിയേട്ടൻ വന്നേ. വാ. കുട്ടാ മോനെ, സിദ്ധു കുട്ടാ, സിദ്ധു കുട്ടാ, കുട്ടാ എന്തു പറ്റി കുട്ട? എഴുന്നേക്ക്. എന്താ പറ്റിയത്? കുട്ടാ, അറിയില്ല കുട്ടാ, എന്താ പറ്റിയെന്ന് അറിയില്ല. ഇവിടെ കളിച്ച് ചിരിച്ച് നിൽക്കായിരുന്നു സിദ്ധു. പെട്ടെന്ന് ബോധം കിട്ടു വീണു. ആ അതിലിപ്പം കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ആരോടും ചോദിക്കാതെ ദേവിക സിദ്ധുവിന്റെ മരുന്നുകളെല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിയില്ലേ? അതിന്റെ ഫലം ഇത്. അതെ. ഇളമ്മേ, ഞാൻ ആരോടും ചോദിക്കാതെ അല്ല ആ മരുന്നുകളൊക്കെ എടുത്ത് കളഞ്ഞത്. സ്വാമിയച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ആ മരുന്നുകൾ എടുത്ത് കളഞ്ഞത്. ഞാനത് വിശദമായിട്ട് പറഞ്ഞതല്ലേ. ഇത് ആ മരുന്നുകൾ കളഞ്ഞതിന്റെ പ്രശ്നമൊന്നും ആയിരിക്കില്ല. ഇവനെ വിളിച്ചിട്ട് എണീക്കുന്നില്ലല്ലോ മോളെ. മാഡം ടെൻഷൻ ആവാണ്ടിരിക്കെ. ഇതുപോലെ ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ബോധം കെട്ട് വീണാല് ആ അവസരങ്ങളില് അവർക്ക് കൊടുക്കാനായിട്ട് മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്ന ഒരു നാട്ടുമരുന്നുണ്ട്. ഞാനത് തയ്യാറാക്കി കൊണ്ടുവന്ന് കുട്ടന് കൊടുക്കാം. മാഡം നോക്കിക്കോളൂ. സിദ്ധു മോനെ, കണ്ണു തുറക്കും മോനെ. അമ്മയാ വിളിക്കുന്നേ. മോളെ വേഗം വാ സിദ്ധു. അമ്മയാ വിളിക്കുന്നേ. മോളെ വേഗം വാ സിദ്ധു. മോനെ, കണ്ണു തുറക്കും മോനെ. സിദ്ധു കുട്ടാ മോനെ. കുട്ടാ, 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 കുട്ടാ. സിദ്ധു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മാലാഖ, ആ എഴുന്നേക്ക് പതുക്കെ. എന്റെ ഈശ്വര. മുത്തശ്ശ, എന്താ എല്ലാരും കൂടി ഇവിടെ? അത് കുട്ടനൊന്ന് ബോധം കെട്ട് വീണു. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. ഒരു ചെറിയ തലകറക്കായിരുന്നു. നമ്മുടെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു നാട്ടുമരുന്നുണ്ടാക്കി കുട്ടന് കൊടുത്തപ്പോ ആ തലകറക്കൊക്കെ അങ്ങ് മാറി. ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. മിടുക്കൻ.
അല്ല മുത്തശ്ശ, സ്വാമീസിന് അയച്ച മരുന്ന് വന്നോ? വന്നു മോളെ, അതുകൂടി കൊണ്ടുതരാനല്ലേ വന്നത്. ദാ മോളെ. ഞാൻ ഇതിനു വേണ്ടിട്ട് ഇതുവരെ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ സമാധാനമായല്ലോ? സമാധാനായി. അച്ഛൻ വരണം, നമുക്ക് അകത്തേക്ക് എന്റെ മോള് വരും. വാ നടക്ക്.